ഡോക്ടർ ഹാരിസിന് പിന്തുണയുമായി IMA പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കത്തെ ശക്തമായി ചെറുക്കും. ഹാരിസിനെതിരെയുള്ള നീക്കങ്ങൾ പാവപ്പെട്ട രോഗികളോടുള്ള യുദ്ധപ്രഖ്യാപനമെന്നും IMA. മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നും IMA ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അരുൺ സോളമൻ ചേരുന്നു. അരുൺ, ഹാരിസ് ചിറക്കലിൽ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്നെ വേട്ടയാടുകയാണ് എന്ന നിലപാടിൽ. അതിലിപ്പോൾ ആരോഗ്യ സംഘടനയടക്കം ഹാരിസ് ചിറക്കലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണോ? റോഷ്നി, ഇപ്പോൾ IMA ഹാരിസ് ഡോക്ടറിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് ഇപ്പോൾ പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്. കാരണം ഇന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും പുറത്തു വന്ന ഒരു ദിവസം കൂടിയാണ്. ഈ റിപ്പോർട്ടിൽ ഈ ഒരു ഉപകരണത്തിന്റെ ഭാഗം, അതായത് മോസ്റ്റിലേറ്ററിന്റെ മോസ്റ്റോസ്കോപ്പ് എന്ന് പറയുന്ന ഭാഗമാണ് കാണാതായത്. ആ ഒരു ഒറ്റ വരി മാത്രം എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള സംസാരം 2 ദിവസം മുൻപ് നടത്തിയത്. അതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിലപാടൊക്കെ മലക്കം മറിയുന്ന സമീപനമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഹാരിസിനെതിരെ പ്രതികാര നടപടിയുമായി മുന്നോട്ട് വരുമ്പോൾ അത് ശക്തമായിട്ട് ചെറുക്കുമെന്നാണ് IMA വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് നിസ്വാർത്ഥമായിട്ട് ഒട്ടനവധി ഡോക്ടർമാർ പണിയെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ അങ്ങനെ സേവനം ചെയ്യുന്ന ഡോക്ടർമാരുടെ ആത്മവീര്യത്തെ തകർക്കുമെന്നും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഡോക്ടർമാർക്കെതിരെ പ്രതികാര നടപടികൾ എടുക്കുമ്പോൾ അത് ഈ സംസ്ഥാനത്തെ 3.5 കോടി വരുന്ന ജനങ്ങളോടുള്ള തുറന്ന ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പിന്റെയും നിലപാടുകളും മാറുന്നു. നിലവിൽ ഈ സിസ്റ്റത്തിന് തകരാറുണ്ടെന്ന് പറഞ്ഞത് ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജാണ്. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിന്റെ തകരാറുകൾ പരിഹരിക്കുന്നതിന് പകരം ഡോക്ടറിനെതിരെ പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നീക്കമാണ് നടത്തി വരുന്നത്. അതെന്തായാലും ശക്തമായിട്ട് ചെറുക്കുമെന്നാണ് റോഷ്നി ഇപ്പോൾ വ്യക്തമാക്കുന്നത് IMA. ശരി, ഹാരിസ് ചിറക്കലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് IMA.